ഹലോ എവ്രി വൺ. ഇന്നൊരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ. ഒരു ചിക്കൻ ബിരിയാണി ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ പോയി മേടിച്ചു. അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്നു, ചിക്കൻ എടുത്തു, അതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം തക്കാളി, പച്ചമുളക്, ഉള്ളി കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡേറ്റ് നമ്മൾ മാറ്റിയിട്ടില്ല എന്നുള്ളത് കണ്ണിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇക്കാടെ അടുത്ത് പറഞ്ഞു ഡേറ്റ് മാറ്റാം. അങ്ങനെ കറക്റ്റ് ഡേറ്റ് മാറ്റി. ഇനി ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം അതിൻ്റെ പാകപ്പെടുത്തി എടുത്ത് അതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിച്ചു. അപ്പോഴാണ് ഒരു കട്ടൻ ചായ കുടിക്കൊരു മൂഡ്. അങ്ങനെ ചായ കുടിച്ചു. അതിന് ശേഷം ഇക്ക വന്നിട്ട് എല്ലാം നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കുകയാണ്. ഇക്ക ദം ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ചിക്കനും ഇട്ട് പിന്നെ യോഗട്ട് ഇട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞവടിയിട്ട് അത് മിക്സ് ചെയ്യണം. നന്നായിട്ടത് കൈകൊണ്ട് തന്നെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് മസാല അങ്ങനെ പിടിക്കത്തുള്ളൂ. ഇതിൽ നമ്മൾ വേറെ മസാല പൗഡേഴ്സൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നെല്ലറയുടെ ഒരു ബിരിയാണി മസാല മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇതേപോലെ മിക്സ് ചെയ്യുക. നിൽക്കാൻ്റെ പണി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചോറുണ്ടാക്കലാണ്. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവിനുള്ള അരിക്കുള്ള വെള്ളം ഒഴിച്ചു. അതിൽ പട്ട, പൂവ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് അടച്ച് വെച്ച് അവിടെ വെച്ച്. അപ്പോഴാണ് ഞങ്ങൾക്ക് വിശന്നത്. ഞങ്ങളൊരു ക്രീം ബണ്ണ് കഴിച്ചു. അങ്ങനെ ശേഷം അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. അങ്ങനെ ചോറ് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് നമ്മുടെ മസാല കുറച്ച് നേരം നമ്മൾ വേവാൻ വെച്ചായിരുന്നു. അത് നമ്മൾ അതിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ദം ചെയ്യാൻ പോവാണ്. അത് അതിലേക്ക് കറക്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വയ്ക്കുക. അതിലേക്ക് ഒരു ഫോയിൽ പേപ്പർ നമ്മൾ കുറേ ഹോൾസ് ഇട്ടിട്ട് ഒരു വാഴയിലേക്ക് പകരം, ഇവിടെ വാഴയില ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ടു ദം ചെയ്യാൻ പോവാണ്. കംപ്ലീറ്റ് റൈസ് ഇടുക. എന്നിട്ട് അതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പൊരിച്ചിട്ട് ഉള്ളി പൊരിച്ചതും അതുപോലെ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും മുന്തിരിയും കൂടെ നമുക്ക് ഇതേപോലെ വറുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു കാരണം നിർബന്ധമില്ല, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് കുറച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിൽ നന്നായിട്ട് ദം ചെയ്തു. ഒരു ഫോയിൽ പേപ്പറും കൂടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു. അങ്ങനെ അത് റെഡിയായി. ഇനി നമുക്കൊരു 20 മിനിറ്റാണ് ഞങ്ങൾ അത് വേവാനായിട്ട് വെക്കുന്നത്. കാരണം ഓൾറെഡി ചിക്കൻ ഇച്ചിരി ബോയിലായിട്ടുണ്ട്. നമ്മൾ റൈസും ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വെന്തോ നോക്കിയപ്പം ഇക്ക പറഞ്ഞു കറക്റ്റ് വേവായിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ചോറ് മാറ്റുകയാണ്. അതിന്ന് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. റൈസ് മാറ്റി ഞങ്ങൾക്ക് മസാലയും റൈസും സെപ്പറേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാം റെഡിയായി. പപ്പടം, തൈര്, ചമ്മന്തി, മസാല, ചോറ് എല്ലാം റെഡിയായി. ഞങ്ങൾ അങ്ങനെ ടീ വേണ്ടി കഴിച്ചു.